ഓക്കെ, നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇനി വരുന്നവരെ നമുക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, അപ്പൊ ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പൈത്തണിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, പൈത്തൺ പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കോഴ്സിന്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് പൈത്തൺ പ്രോഗ്രാമിങ്ങിനെ പരിചയപ്പെടുക എന്നുള്ളതും പൈത്തൺ പ്രോഗ്രാമിങ്ങിലേക്ക് കടക്കുക എന്നുള്ളതുമാണ്. അപ്പൊ നമ്മൾ ഇത്രയും ദിവസം പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ ഉള്ള സ്ട്രക്ചറുകൾ പഠിക്കുകയായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ പൊതുവെ നമുക്ക് തരുന്ന ടൂളുകളൊക്കെ പരിചയപ്പെടുകയായിരുന്നു. അപ്പൊ ഇനി നമ്മൾ പൈത്തണിലേക്ക് കടക്കുമ്പോൾ പൈത്തണിലുള്ള കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂളുകളായിരിക്കും നമ്മൾ കൂടുതലായിട്ട് എന്ന് വെച്ചാൽ പുതിയതായിട്ട് പഠിക്കാം. ബാക്കിയുള്ളതൊക്കെ നമ്മൾ പഠിച്ചു ഓൾറെഡി. ഓക്കെ, അത് ബേസിക്കലി തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പൈത്തണിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്രോഗ്രാമുകൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്തായിരിക്കും പോവുക. എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ബേസിക്കിൽ ഉണ്ടായിരുന്ന സിന്റാക്സും അതുപോലെ നമ്മുടെ പൈത്തണിലുള്ള സിന്റാക്സും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ പൈത്തൺ എന്താണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഞാനിപ്പോ സ്ക്രീന് ഷെയർ ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ, ഓക്കെ ഓക്കെ. അപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പറ്റിയാണ് നമ്മൾ ഇനി മുന്നോട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് പൈത്തണിനെ പറ്റിയിട്ട് പൈത്തണിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു എന്താ പറയാ, പൈത്തണിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന ഒരു മെയിൻ പാക്കേജ് എന്ന് പറയുന്നത്, ഒരു സെക്കൻഡ്, പാക്കേജ് അല്ലെങ്കിൽ ഒരു മോഡ്യൂള് ഓൾറെഡി ആൾക്കാർ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സാധനമാണ്. ഒരു എന്താ പറയാ, നമ്മൾ സബ് റൂട്ടീനെ പറ്റിയൊക്കെ പഠിച്ചിരുന്നു. അതുപോലെ കുറച്ച് സബ് റൂട്ടീനൊക്കെ ഓൾറെഡി നമുക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്ന അതിന്റെ പേരാണ് NumPy എന്ന് പറയുന്നത്. അപ്പൊ ഈ NumPy ക്രിയേറ്റ് ചെയ്ത ആളാണ് പോൾ ഡുബോയ്സ് എന്ന് പറയുന്ന. അപ്പൊ പോൾ ഡുബോയ്സ് പറഞ്ഞേക്കുന്നത് പൈത്തൺ ഈസ് ദ മോസ്റ്റ് പവർഫുൾ ലാംഗ്വേജ് യു ക്യാൻ സ്റ്റിൽ റീഡ്. അപ്പോൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒന്ന്, പൈത്തൺ പവർഫുൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. രണ്ടാമത്തെ, പവർഫുൾ ആയിരിക്കുമ്പോഴും നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു ലാംഗ്വേജും കൂടിയാണ്. അപ്പോൾ എല്ലാ ലാംഗ്വേജുകളും എന്ന് വെച്ചാൽ ഇതുപോലെ സിമ്പിൾ ആയിട്ട് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലല്ല എന്നുള്ളതും കൂടി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഉദാഹരണത്തിന് നമ്മളിപ്പോ ജാവയിലേക്ക് പോവാണ്. ജാവ എന്നുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ ഒരുപക്ഷെ ജാവയിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാം പോലും നമുക്ക് മനസ്സിലാവും. ജാവ പഠിച്ചിട്ടുള്ളവർ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ സി പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിലും സി പ്രോഗ്രാം ചെയ്തിട്ടുള്ളവർക്കറിയാം. നമ്മള് സിയിൽ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മള് ഇമ്പോർട്ട് stdio.h, അത് കഴിഞ്ഞിട്ട് നമ്മള് മെയിൻ എന്നും പറഞ്ഞിട്ടൊരു സാധനം ഡിക്ലെയർ ചെയ്യും. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാം എന്താണ്, പ്രോഗ്രാമിങ്ങിന്റെ ആ ഒരു ലെങ്ത് തന്നെ കൂട്ടും. പിന്നെ നമ്മൾ ആദ്യമേ പഠിക്കണം എന്താണ് മെയിൻ, എന്താണ് മെയിനില് വോയിഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. അങ്ങനെ കുറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആദ്യത്തെ കുറെ സ്റ്റെപ്പ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോഗ്രാമിംഗിലേക്ക് കടക്കാൻ പറ്റൂ. പൈത്തൺ എന്ന് പറയുന്ന ഓൺ ദ അതർ ഹാൻഡ് കുറച്ചും കൂടി സിമ്പിൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലാണ്. നമ്മുടെ ബേസിക് ഒക്കെ പോലെ തന്നെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പൈത്തണിന്റെ ഓവർവ്യൂ ആണ്. ഓക്കെ, അപ്പൊ പൈത്തണെ പറ്റി പറയുമ്പോൾ പൈത്തണിന്റെ ഈ ഡെഫിനിഷൻ അല്ലെങ്കിൽ പൈത്തണിനെ പറ്റി പരിചയപ്പെടുത്തുമ്പോൾ എപ്പോഴും പറയാറുള്ളത് പൈത്തൺ ഒരു ഇന്റർപ്രറ്റഡ് ഹൈ ലെവൽ ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നാണ്. ഓക്കെ,
ഇനി പൈത്തണിന്റെ ഇന്റർപ്രറ്റഡ് എന്നുള്ള പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ QB പിന്നെ 64 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബേസിക്കിന്റെ ഒരു ഫ്ലേവർ എന്റെ സിസ്റ്റത്തിനകത്ത് പിന്നെ ചെയ്ത് കാണിച്ചായിരുന്നു. അപ്പൊ QB 64 നമ്മൾ കമ്പൈൽ ചെയ്യുമ്പോ അല്ലെങ്കിൽ നമ്മൾ റൺ ചെയ്യുമ്പോ ഉള്ള സ്റ്റെപ്പ് എന്തൊക്കെയാണെന്ന് ആർക്കെങ്കിലും പറയാമോ? പെട്ടെന്നൊന്ന് ഓർത്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ക്രിയേറ്റിംഗ് exe ഫയൽ. ഈ ക്രിയേറ്റിംഗ് exe ഫയൽ വേറൊരു പേരും കൂടി പറയും. എന്താ? കമ്പൈലിംഗ് എന്ന് പറയും അല്ലെ? എന്ന് വെച്ചാല് നമ്മൾ എഴുതുന്ന ലാംഗ്വേജ് അൾട്ടിമേറ്റ്ലി പ്രോസസ്സറിന് മനസ്സിലാവണമെങ്കിൽ ബൈനറിയിലേക്ക് പോകണം. ഈ ബൈനറിയിലേക്ക് പോകുന്നതിന് മുമ്പ് വിൻഡോസിനകത്ത് എന്ന് വെച്ചാൽ വെറുതെ ക്ലിക്ക് ചെയ്താൽ ഓടാവുന്ന എക്സിക്യൂട്ടബിൾ എന്ന് പറയുന്ന രീതിയിൽ ഒരു ഫയൽ ഉണ്ടാക്കിയിട്ട് പിന്നെ ആ എക്സിക്യൂട്ടബിൾ ഫയലാണ് ഓടുന്നത് അല്ലെ? അതിനെ അങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ വിളിക്കുന്നത് കമ്പൈൽഡ് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു എന്താ പറയാ, നമ്മുടെ ട്രാൻസ്ലേറ്റർ, നമ്മൾ എഴുതുന്ന പ്രോഗ്രാം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു ആളുണ്ടാവും. ആ ആളെ വിളിക്കുന്ന കമ്പൈലർ എന്നാണ്. അയാളുടെ ഫസ്റ്റ് പണി എന്താ? ഇതിനെ എടുത്തിട്ട് exe ഫയലിലേക്ക് കൺവേർട്ട് ചെയ്യുക. പിന്നെ അതിനുശേഷം നമ്മൾ exe ഫയലായിരിക്കും ഓടിക്കുക. ഇപ്പൊ C പ്രോഗ്രാം ആണെങ്കിലും പിന്നെ ജാവ ആണെങ്കിലും ഒക്കെ കമ്പൈൽഡ് ആയിരിക്കും. ഈ കമ്പൈൽഡ് ലാംഗ്വേജുകൾക്ക് വേറെ പ്രത്യേകതയും കൂടിയുണ്ട്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോഗ്രാം കംപ്ലീറ്റ് ആയിരിക്കണം. അത് അപ്പൊ ആദ്യമേ അതിന് കുറച്ച് എറർ ഒക്കെ ചെക്ക് ചെയ്ത് അതിന്റെ സ്ട്രക്ചർ ചെക്ക് ചെയ്ത് പിന്നെ ഈ പറയുന്ന പോലെ പിന്നെ അങ്ങനെയുള്ള ലാംഗ്വേജുകൾക്ക് ഓൾറെഡി ഒരു സ്ട്രക്ചർ ഉണ്ടാവും. എങ്ങനെ? നമ്മുടെ ഇപ്പൊ C പ്രോഗ്രാം ഒക്കെ എഴുതാന്നുണ്ടെങ്കിൽ സിക്കകത്ത് നിങ്ങൾ കണ്ടു കാണും മെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രാക്കറ്റ് ഒക്കെ ഇട്ട് അങ്ങനെ. ഇന്റർപ്രറ്റഡ് ലാംഗ്വേജുകളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതിൻ്റെത് ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കും ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ എക്സിക്യൂട്ട് ചെയ്യുന്നത് എപ്പോഴും വേറൊരു ചങ്ങാതിയാണ്. അയാളുടെ പേര് ഇന്റർപ്രറ്റർ എന്നാണ്. എന്ന് വെച്ചാൽ ഇത് ഒരു ലൈൻ വായിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ബ്ലോക്കിനെ ഒരേ സമയത്ത് വായിച്ച് അതിനെ എന്ത് ചെയ്യും? അതിനെ ഡയറക്റ്റ് ആയി കൺവേർട്ട് ചെയ്ത് ഓടിക്കുകയാണ് ചെയ്യുക. എന്ന് വെച്ചാൽ exe ഫയൽ ജനറേറ്റ് ചെയ്യില്ല. ഇനി ഇത് പറയുമ്പോൾ തന്നെ പൈത്തണിൽ നിന്നും exe ഫയൽ ജനറേറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷേ അതൊരു ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ പൈത്തൺ ഇന്റർപ്രറ്റഡ് ആവുമ്പോൾ ഇതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൈത്തണിന്റെ പ്രോഗ്രാം നമ്മൾ മാക്കിലോ ലിനക്സിലോ വിൻഡോസിലോ എല്ലാം ഒറ്റ കോഡ് എഴുതിയാൽ മതി. ഓക്കെ, ഈ എഴുതുന്ന കോഡ് ഓടുന്നത് ഒരു ഇന്റർപ്രറ്ററിലായിരിക്കും. ഈ ഇന്റർപ്രറ്ററിന്റെ പണിയാണ് നമ്മുടെ മാക്കിന് മനസ്സിലാവുന്ന രീതിയിലോ ലിനക്സിന് മനസ്സിലാവുന്ന രീതിയിലോ ഒക്കെ ഇതിനെ കൺവേർട്ട് ചെയ്ത് ഓടിക്കുക എന്നുള്ളത്. അപ്പോ പൈത്തന്റെ ഒരു പൈത്തന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്റർപ്രറ്റഡ് ആണ്, കമ്പൈൽഡ് അല്ല. എന്ന് വെച്ചാൽ കമ്പൈൽഡ് രീതിയിലേക്ക് കൊണ്ടുപോകാം, പക്ഷെ പൈത്തൺ ആസ് സച്ച് ഇന്റർപ്രറ്റഡ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഹൈ ലെവൽ ആണ്. ഹൈ ലെവൽ എന്ന് പറയുമ്പോഴത്തേക്ക് ലോ ലെവൽ പ്രോഗ്രാമിംഗ്, ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ഉണ്ട്. ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് വായിക്കാവുന്ന രീതിയിൽ പ്രോഗ്രാം എഴുതുന്ന രീതിയാണ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ്. അപ്പൊ ഹൈ ലെവൽ പ്രോഗ്രാമിംഗിന് എപ്പോഴും എന്താണ്? ഇന്റർപ്രറ്റ് ചെയ്യേണ്ടി വരും. ലോ ലെവൽ പ്രോഗ്രാമിംഗിന് ഒരു ഉദാഹരണം എന്ന് പറയുന്ന പഴയ കുറച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുണ്ട്. അതിന് പറയുന്ന അസംബ്ലി കോഡ്, പിന്നെ ലിസ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പഴയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇന്നത്തെ കാലത്ത് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളാണ് ഉപയോഗിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ലോ ലെവൽ പ്രോഗ്രാം എന്ന് പറയാവുന്നത് ഒരു പക്ഷേ സിയെ പലപ്പോഴും ലോ ലെവൽ പ്രോഗ്രാം എന്ന് വിളിക്കാറുണ്ട്. എങ്കിൽ കൂടി സി എന്താണ്? സി ഒരു ഹൈ ലെവൽ പ്രോഗ്രാം തന്നെയാണ്. ഇപ്പൊ അതിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു മിഡിൽ ലെവൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം സിയില് പ്രോഗ്രാമിംഗ് വളരെ ലെങ്തി ആയിരിക്കും, പക്ഷെ സിക്ക് ഒരുപാട് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് കൊണ്ട് സിയെ നമ്മൾ ഇപ്പോഴും ഹൈ ലെവൽ പ്രോഗ്രാം ആയിട്ടും ലോ ലെവൽ പ്രോഗ്രാം ആയിട്ടും മാറി മാറി പറയാറുണ്ട്. എങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡേൺ ലാംഗ്വേജുകളും മിക്കതും ഹൈ ലെവൽ പ്രോഗ്രാംസ് തന്നെയാണ്. ഓക്കെ, അടുത്തത് ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നാണ്. അപ്പൊ ഈ ജനറൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറൽ പർപ്പസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഉദാഹരണത്തിന് നമ്മൾ എടുക്കുന്നത് ഡേറ്റാബേസുമായിട്ട് ആരെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? ഡേറ്റാബേസിൽ
ക്വറി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. ഓക്കെ, SQL എന്ന് പറയും. അപ്പൊ ഈ SQL എങ്ങനെയാന്ന് വെച്ചാൽ ഡേറ്റാബേസിൽ മാത്രമേ ഓടൂ. ഓക്കെ, ഡേറ്റാബേസിൽ മാത്രമേ ഓടൂ. പിന്നെ വേറെ ചിലത് ഡൊമൈൻ സ്പെസിഫിക് ആയിട്ടുള്ള ചില ലാംഗ്വേജുകൾ ഉണ്ട്. ഡൊമൈൻ സ്പെസിഫിക് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഇപ്പൊ മെഡിക്കൽ ഫീൽഡിനായിട്ട് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ചിലപ്പോൾ ലാംഗ്വേജ് ഉണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ചിലപ്പോൾ ടെലികോം, പിന്നെ നമ്മുടെ എന്താ പറയാ വലിയ വലിയ ടെലിഫോൺ സെർവറുകൾ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡൊമൈൻ സ്പെസിഫിക് ആയിട്ട് ഒരു മേഖലയിലെ കാര്യങ്ങൾ മാത്രം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ലാംഗ്വേജുകൾ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ബേസിക്കിന്റെ ഒരു ഫ്ലേവർ ആണ് നമ്മുടെ എക്സലിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താ പറ്റുക, ആ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എക്സലിന് വേണ്ടി മാത്രമുള്ളതാണ്. അതിനെ നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കത്തില്ല. പക്ഷെ പൈത്തൺ അങ്ങനെയല്ല, ജനറൽ പർപ്പസ് ആണ്. ജനറൽ പർപ്പസ് എന്ന് പറയുമ്പോൾ ഏകദേശം എല്ലാ പർപ്പസുകൾക്കും ഉപയോഗിക്കാം. ഓക്കെ, ഈ ഏകദേശം എന്ന് പറഞ്ഞ വാക്ക് ഞാൻ പിന്നീട് പറയാം. പക്ഷെ പൊതുവിൽ എല്ലാ പർപ്പസുകൾക്കും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു എഴുതപ്പെട്ട ഒരു പ്രോഗ്രാമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇന്ന രീതിയിൽ ഈ ഒരു ഡൊമൈന് മാത്രം, ഇപ്പൊ ടെലികോമിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലെ ഡേറ്റാബേസിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ എഴുതപ്പെട്ട ഒരു ലാംഗ്വേജ് അല്ല, മറിച്ച് ഇത് എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി പൊതുവായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എഴുതപ്പെട്ട ഒരു ലാംഗ്വേജ് ആണ്. ഇത് റിലീസ് ചെയ്തത് 1991 91 എന്ന് പറയുമ്പോൾ ഇപ്പൊ ഏകദേശം എത്ര വർഷം കഴിഞ്ഞു? 30 വർഷത്തിന് മുകളിലായി ഈ ലാംഗ്വേജ് വന്നിട്ട്. ഓക്കെ, ഇത് എഴുതിയ ആളുടെ ഫോട്ടോയാണ് താഴെ കാണുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് ഗ്വിഡോ വാൻ റോസം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പുള്ളി ഒരു 85 മുതലെങ്കിലും റിസർച്ച് ചെയ്ത് ഉണ്ടാക്കിയ ഒരു ലാംഗ്വേജ് ആണ്. അപ്പൊ പുള്ളിയാണ് ഇതിന്റെ ബേസിക് ഉണ്ടാക്കിയത്. പിന്നീട് പൈത്തൺ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഇതാക്കുന്നത്. അപ്പൊ ഈ പേരിന് ഒരു പ്രത്യേകത ഉണ്ട്. പൈത്തൺ എന്ന് പറയുന്നത് എന്താ? പൈത്തൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ആർക്കെങ്കിലും പറയാം? മലമ്പാമ്പ്. മലമ്പാമ്പിനെ വിളിക്കുന്ന പേരാണ് പൈത്തൺ. അപ്പൊ ഈ പൈത്തൺ എന്ന് പറയുന്നത് നമ്മളെ മലമ്പാമ്പിനെ അല്ല ഉദ്ദേശിക്കുന്നത്. ഒരു പിന്നെ മുമ്പൊരു എനിക്ക് തോന്നുന്നു കാർട്ടൂണോ അല്ലെങ്കിൽ മോണ്ടി പൈത്തൺ എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് പൈത്തൺ എടുത്തതാണ്. നിങ്ങൾ പൈത്തന്റെ പിന്നെ ലോഗോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. പൈത്തന്റെ ലോഗോ നോക്കിക്കഴിഞ്ഞാൽ അതാ ഒരു 2 പൈത്തണുകളാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, 2 മലമ്പാമ്പുകളാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ലോഗോ. പൈത്തന്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ലോഗോ അതാണ്. ഓക്കെ, പൈത്തൺ പല പ്ലാറ്റ്ഫോമുകളിലും വർക്ക് ചെയ്യുന്നു. അപ്പൊ പല പ്ലാറ്റ്ഫോമുകളിൽ വർക്ക് ചെയ്യുന്നതിന്റെ ഗുണം എന്താണെന്ന് പല പ്ലാറ്റ്ഫോമുകളിൽ വർക്ക് ചെയ്യുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഒറ്റ കോമൺ പ്രോഗ്രാം നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ചെറിയ ചില മാറ്റങ്ങളെ വേണ്ടി വരുന്നുള്ളൂ. പക്ഷെ പൊതുവിൽ ഈ പിന്നെ ഒരു ഒറ്റ പ്രോഗ്രാം എഴുതിയിട്ട് ഈ പല ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചോദിക്കും പിന്നെ പൈത്തൺ പിന്നെ നമ്മുടെ ആൻഡ്രോയിഡിൽ ഓടിക്കാൻ പറ്റുമെന്ന്. ആൻഡ്രോയിഡിൽ ശരിക്കും നമ്മൾ പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് പ്രോഗ്രാം ചെയ്യാൻ ആൻഡ്രോയിഡ് ആസ് സച്ച് സമ്മതിക്കാറില്ല. എന്തുകൊണ്ടാണ്? സെക്യൂരിറ്റിയുടെ പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആൻഡ്രോയിഡ് അങ്ങനെ പൊതുവിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു പ്രോഗ്രാമിംഗ് സമ്മതിക്കാറില്ല. ആൾക്കാർ റൂട്ട് ചെയ്ത് ടെർമിനലൊക്കെ എടുത്തിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ആൻഡ്രോയിഡിന് വേണ്ടിയിട്ടുള്ള പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ്രോയിഡിൽ ഓടിക്കാം. പക്ഷെ അത് പിന്നെ ഒരിക്കലും അഡ്വൈസബിൾ അല്ല, അത് റിസ്ക് ആണ്. ഇനി ഇതിനകത്ത് നിങ്ങൾ കാണുന്ന വിൻഡോസ്, മാക്സ്, ലിനക്സ്, അത് കഴിഞ്ഞിട്ട് റാസ്ബെറി പൈ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം കൂടിയുണ്ട്. റാസ്ബെറി പൈ എന്താണെന്ന് ഞാൻ ഈ സെഷൻ ചെയ്യുന്നതിന് മുമ്പേ പറയാം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി കേട്ടോ. പിന്നെ പൈത്തൺ സിമ്പിൾ സിന്റാക്സ് ആണ്. ഇപ്പൊ ബേസിക്കിന്റെ കാര്യം പറയുകയാണെങ്കിലും എനിക്ക് തോന്നുന്നു ആരോ അൺമ്യൂട്ടഡ് ആണ്. ഒരു ചെറിയൊരു മൈക്കിന് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഹലോ, എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? നോക്കട്ടെ. ഓക്കെ, പിന്നെ ഒരു
ചെറിയൊരു ഇങ്ങനെ ചീവീടിന്റെ ഒച്ച വരുന്നുണ്ട്. ഓക്കെ, അപ്പോ റാസ്ബെറി പൈ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെറിയൊരു കാര്യം കാണിച്ചായിരുന്നു. അപ്പൊ റാസ്ബെറി പൈ എന്താണെന്നുള്ളതും ഞാൻ നമുക്ക് ഈ സെഷനിൽ തീരുന്നതിന് മുമ്പ് പറയാം. അപ്പൊ പൈത്തൺ ഒരു സിമ്പിൾ സിന്റാക്സ് ആണുള്ളത്. അത് ഏകദേശം ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ബേസിക്കിനും അങ്ങനെ തന്നെയായിരുന്നു. ഓക്കെ, അതുപോലെ പൈത്തന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സിന്റാക്സ് വെച്ചിട്ട് നമുക്ക് വളരെ കുറച്ച് കോഡിന്റെ ലൈൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, പൈത്തൺ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? അപ്പൊ പൈത്തൺ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈത്തന്റെ ഒരു പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത് ഓട്ടോമേഷൻ ആണ്. ഓട്ടോമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ പറയാ ചില എന്താ പറയാ ബോട്ട്സ് എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. ബോട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോ നമ്മുടെ പിന്നെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഉപയോഗിക്കുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ വാട്സാപ്പ് ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ കമന്റ് ഇടുകയോ ഒക്കെ ചെയ്യാന്ന് വെച്ചോ. അവിടെയൊക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി റിപ്ലൈ അയക്കുകയും നിങ്ങൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങോട്ട് പിന്നെ റിപ്ലൈ അയക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ബോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പലപ്പോഴും ഈ പറയുന്ന പോലെ പിന്നെ ഇന്നത്തെ കാലത്ത് ചാറ്റ് വഴിയുള്ള കസ്റ്റമർ കെയർ ഒക്കെ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സെറ്റ് ഓഫ് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുക എന്ന് വെച്ചാൽ 1, 2, 3, 4 ഇങ്ങനെ ഓപ്ഷൻസ് ഇടും. എന്നിട്ട് അത് നിങ്ങൾ റിപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് പിന്നെ നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിലൊക്കെ ചെയ്ത് ഇത് മുന്നേ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ പൈത്തൺ ആണ് പലപ്പോഴും ഈ ഒരു ബോട്ട്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഇത്. പിന്നെ ഓട്ടോമേഷന്റെ ഭാഗമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഓട്ടോമേഷനുകൾ ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ കൂടെ ഇപ്പോ അഭിലാഷ് ഉണ്ട്. അഭിലാഷ് ഒരു പിന്നെ ഡെവോപ്സ് എഞ്ചിനീയർ ആണ്. അപ്പൊ അഭിലാഷ് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് പൈത്തൺ. അപ്പൊ അഭിലാഷ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അഭിലാഷ് പറഞ്ഞാൽ നന്നായിരിക്കും. അഭിലാഷ് ഉണ്ടോ അവിടെ? അഭിലാഷ് അപ്പൊ പൈത്തൺ ഓട്ടോമേഷന് വേണ്ടി ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നത്? പറഞ്ഞ പോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങൾ പൈത്തൺ ഉപയോഗിച്ചാണ് ഓട്ടോമേറ്റ് ചെയ്യുന്നത്. അപ്പോ പിന്നെ അഭിലാഷിന്റെ വർക്കിന്റെ ഭാഗമായിട്ട് അഭിലാഷ് ശരിക്കും പിന്നെ അഭിലാഷിന്റെ വർക്ക് ഒരു 5 കൊല്ലം മുമ്പേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുവലായിട്ട് സിസ്റ്റം അഡ്മിൻ ചെയ്യുന്ന പണിയാണ്. പക്ഷെ ഇപ്പോ അങ്ങനെയുള്ള പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാനുവൽ ആയിട്ടുള്ള എററുകൾക്ക് സാധ്യതയുണ്ടെന്നുള്ളത് കൊണ്ടും പിന്നെ ഈ പറയുന്ന ഒരാൾക്ക് അറ്റ് എ ടൈം ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നുള്ളത് കൊണ്ടും ഒക്കെ ഓട്ടോമേഷനിലേക്ക് നീങ്ങാണ്. അപ്പൊ ഓട്ടോമേഷനിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇപ്പം സിസ്റ്റം അഡ്മിന്റെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന കോഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, പ്രൊഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമിലേക്ക് നീക്കുക എന്നുള്ളത്. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മൾ ചിലപ്പോൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ സ്വന്തം സിസ്റ്റത്തിലും ഒക്കെയാണ് കോഡ് എഴുതുക. അപ്പൊ നമ്മൾ സ്വന്തം സിസ്റ്റത്തിൽ എഴുതിയ കോഡ് അൾട്ടിമേറ്റ്ലി ടെസ്റ്റ് ചെയ്യപ്പെടണം. ടെസ്റ്റ് ചെയ്ത് അപ്പൊ അതിനെ ഒരു എൻവയോൺമെന്റിൽ ഇട്ട് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ടെസ്റ്റിന്റെ ചിലപ്പോൾ ടെസ്റ്റ് ഓട്ടോമേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ മാനുവൽ ആയിട്ടുള്ള ടെസ്റ്റിംഗ് ആയിരിക്കാം. ഈ ടെസ്റ്റിങ്ങിന് ശേഷം ഇത് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ പിന്നീട് എടുത്ത് ലൈവ് അല്ലെങ്കിൽ പ്രൊഡക്ഷനിലേക്ക് ഇടും. അപ്പോഴാണ് പുറമേ ഉള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുക. അപ്പൊ ആ രീതിയിലുള്ള പണികളൊക്കെ ഇന്ന് ഓട്ടോമേഷന്റെ ഇതിലേക്ക് മാറുകയാണ്. അതിന് മെയിൻ ആയിട്ട് ഇപ്പൊ ഉപയോഗിക്കുന്ന ടൂള് പൈത്തൺ ആണ്. ഓക്കെ, അപ്പോ പൈത്തന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഓട്ടോമേഷൻ ആണെന്ന് മനസ്സിലായി. അടുത്തത് സയന്റിഫിക് ആൻഡ് ന്യൂമറിക് പ്രോജക്ട്. അപ്പൊ നമ്മുടെ ഒരുപക്ഷെ ഇതിനകത്തൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ള പലർക്കും പൈത്തൺ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ അനാലിസിസുകൾ ഒരു വളരെ വലിയ ഒരു ഡേറ്റ സെറ്റ് വരികയാണെന്ന് വെച്ചു. യെസ്, ಯಾವ್ದು ಸರ್? ಓಕೆ ಸರ್, ಒಂದು 10 o'clock ಆದ್ಮೇಲೆ ಕಾಲ್ ಮಾಡ್ತೀರಾ? ಇವಾಗ ಒಂದು ಸೆಷನ್ ಅಲ್ಲಿ ಇದೀವಿ ನಾನು.
ಓಕೆ, ಸರಿ ಸರಿ, ವಾಟ್ಸ್ಆಪ್ ಮಾಡಿ ಸರ್. ಥ್ಯಾಂಕ್ ಯು. സോറി കേട്ടോ, ഒരു കോൾ വന്നാണ്, സെൻഡ് കോൾ ആയിരുന്നു. ഓക്കെ, അപ്പോ ഇന്നത്തെ കാലത്ത് ആൾക്കാർ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്നല്ല രണ്ട് കാര്യങ്ങൾ. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാല് അനലിറ്റിക്സ് ആണ്, പ്രെഡിക്റ്റീവ് അനാലിസിസ് ഉള്ള രീതിയിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബേസിക്കലി സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ഭാഗമാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് മാത്സിൽ നിന്നും ഉരുത്തിരിഞ്ഞൊരു ശാഖയാണ് ഇത്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ പിന്നെ ഈ ബിസിനസ്സുകളുണ്ട്, ഓക്കെ, ഒരുപാട് ബിസിനസ്സുകളുണ്ട്. അപ്പൊ ഈ ബിസിനസ്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് കൂടുതൽ കസ്റ്റമറുകളെ കിട്ടുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ കൂടുതൽ കസ്റ്റമറുകളെ കിട്ടുക, അതുപോലെ നിലവിലുള്ള കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെടാതിരിക്കുക, ഇതൊക്കെയാണ്. അപ്പോൾ ഇതിന് ഇവർ ഉപയോഗിക്കുന്ന ഒരു രീതി എന്ന് വെച്ചാൽ പ്രെഡിക്റ്റീവ് അനാലിസിസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ എങ്ങനെ പിന്നെ പെരുമാറും എന്നുള്ളത്. ഉദാഹരണത്തിന് എപ്പോഴും ഈ ഒരു മേഖലയെ പറയുന്ന പേര് ഡേറ്റാ സയൻസ് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ, പിന്നെ പ്രോസസ്ഡ് അൺപ്രോസസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷനെ പറയുന്ന പേരാണ് ഡേറ്റ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എക്സലിനകത്ത് ഡേറ്റ ഉണ്ടാവും. അതിപ്പം ചിലപ്പോൾ നമ്മളുടെ പ്രധാനമായിട്ടും അനാലിസിസ് ചെയ്യുന്നത് ആൾക്കാരുടെ പെരുമാറ്റങ്ങളെ പറ്റിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണം ആയിട്ട് ഈ ഡേറ്റാ സയൻസ് അനലിറ്റിക്സ് ഫീൽഡിൽ പറയപ്പെടുന്ന ഒരു മെയിൻ ഉദാഹരണം എന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്തല്ല വിദേശങ്ങളിൽ ഒരു എന്താ പറയാ, ഒരു റീറ്റെയിൽ ചെയിൻ നടത്തിയ ഒരു പഠനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ കുട്ടികളുടെ ഡയപ്പർ ഇല്ലേ, കുട്ടികളുടെ ഡയപ്പർ വാങ്ങുന്ന കസ്റ്റമേഴ്സ്, പുരുഷന്മാരായിട്ടുള്ള കസ്റ്റമേഴ്സ് കൂടുതൽ അവരുടെ ബില്ലിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന വേറൊരു സാധനം ബിയർ ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഒരു റീറ്റെയിൽ ചെയിൻ നടത്തിയ പഠനത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടിയതാണ്. അത് വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡയപ്പർ വെക്കുന്ന റാക്കില്ലേ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ ഓരോ സാധനങ്ങൾക്ക് ഓരോ സ്ഥലമുണ്ട്. ഇതിന് തൊട്ടടുത്തായി തന്നെ ഇവര് ബിയറും കൂടി കൊണ്ടുവച്ചു. എന്ന് വെച്ചാൽ ബിയറിന്റെ ഫ്രിഡ്ജും കൂടി കൊണ്ടുവച്ചു. നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു രീതിയിൽ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമല്ല അല്ലെ, ഡയപ്പറും ഇതും, കുട്ടികളുടെ ഡയപ്പറും നമ്മുടെ പിന്നെ ബിയറും തമ്മിൽ പ്രത്യേകിച്ച് ഒരു ബന്ധമില്ല അല്ലെ. അപ്പൊ കുട്ടികളുടെ ഡയപ്പർ വാങ്ങുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവര് വേണമെന്നുണ്ടെങ്കിൽ ബേബി പൗഡർ ആവാം, അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും സാധനങ്ങൾ, കുട്ടികൾക്കുള്ള സാധനങ്ങളാവാം, പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ സെർലാക്ക് പോലെയുള്ള സാധനങ്ങളാവും. ഇതൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുക. പക്ഷെ ഡേറ്റ അനലൈസ് ചെയ്തപ്പോൾ ഇവർക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള സാധനങ്ങൾ കൂടാതെ ബിയറും കൂടി ഇതിനകത്തുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇവരൊരു കോറിലേഷൻ എടുക്കും. എന്ന് വെച്ചാൽ ഇത്രയും കാലം ഇവരുടെ മുമ്പിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇവരുടെ സെയിൽസിന്റെ ബില്ലുകൾ എടുത്തിട്ട് ഇവരെന്ത് ചെയ്തു, ഒരു എക്സലിനകത്ത് ഇട്ടിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരേ കാർട്ടിനകത്ത് വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിലപ്പോൾ അനലൈസ് ചെയ്തായിരിക്കും. അങ്ങനെ കിട്ടിയതാ. ഇവരെന്ത് ചെയ്തു, ഇത് ഇങ്ങനെ എടുത്തു വെച്ചു. ഇത് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബിയറിന്റെ സെയിൽസ് ഇവർക്ക് എത്രയോ ഇരട്ടി ആക്കി ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കാര്യം എന്താ, ഈ ഡയപ്പർ വാങ്ങുന്ന ആൾക്ക് അടുത്തതായി വാങ്ങാൻ തോന്നുന്ന സാധനം ചിലപ്പോൾ ബിയർ ആയിരിക്കും. ബിയർ അപ്പൊ തൊട്ടടുത്ത് തന്നെ ഉണ്ട്, ഒബ്വിയസ് ആയിട്ടും ഉറപ്പായിട്ടും അയാൾ അത് എടുക്കും. ഇങ്ങനെ രീതിയിലുള്ള ചില പിന്നെ കോറിലേഷനുകൾ ഉണ്ടാക്കിയെടുക്കാനും ബിസിനസ്സുകളെ കൂടുതൽ വളർത്താനും ഒക്കെ സഹായിക്കും. ഇനി വേറൊരു രീതി, ഇന്നിപ്പോ നമ്മൾ അനാലിസിസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന വേറൊരു കാര്യം എന്താ, കൊറോണ വൈറസിന്റെ എന്താ പറയാ, നമ്മുടെ ഫ്ലാറ്റനിങ് ഓഫ് കർവ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ഈ ഫ്ലാറ്റനിങ് ഓഫ് കർവ് എന്ന് പറയുന്നത് എത്ര കേസുകൾ വരുന്നുണ്ട്. അപ്പൊ കേസുകളുടെ എണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഇതൊന്നും അല്ല. ഒരു സ്ഥലത്തെ അപ്പൊ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ കണ്ടെയ്ൻമെന്റ് സോൺ അല്ലെങ്കിൽ ഒരു വാർഡ് ലെവലിലാണ് നമ്മൾ നമ്പറുകൾ എടുക്കുന്നത് അല്ലെ. ഓരോ ദിവസവും പുതിയതായി ഉണ്ടായ കൊറോണ രോഗികൾ, ഭേദമായ ആൾക്കാർ എന്നുള്ള രീതിയിൽ വാർഡ് തലത്തിലാണ് നമ്മുടെ നാട്ടിലത്. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിളിലേക്ക് നിങ്ങൾ കയറി നോക്കി കൊറോണ കേസസ് ടുഡേ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗ്രാഫ് കാണും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ടോപ്പ് ലെവലിൽ കാണാൻ പറ്റും. ലോകത്ത് മൊത്തത്തിൽ ഇന്ന് എത്ര കേസുകളുണ്ട്, എത്ര മരണങ്ങൾ, എത്ര
പിന്നെ ആൾക്കാർ ബാധിക്കപ്പെട്ടു, എത്ര പേര് റിക്കവർ ആയി, ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഏറ്റവും താഴെ ലെവലിൽ ഗൂഗിളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് ലെവലിൽ വരെ കാണാൻ പറ്റും. അപ്പൊ ഈ അനാലിസിസുകളും ഒക്കെ പിന്നെ വളരെ ചെയ്യാൻ പറ്റുന്ന വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ. ഓക്കെ, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു പിന്നെ എന്താ പറയാ ഒരു പൈത്തണിനകത്ത് ഉള്ള ഒരു മോഡ്യൂളിന്റെ പേരാണ് numpy. ഓക്കെ, അപ്പോ ന്യൂമറിക്കൽ പ്രോജക്ട്സ്, പിന്നെ CERN എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ പ്രോജക്റ്റുകളുണ്ട്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ വരുന്ന ഡേറ്റയുടെ ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്രയോ പിന്നെ TB കണക്കിന് ഡേറ്റയാണ് അറ്റ് എ ടൈം വരുന്നത്. ആ ഡേറ്റകളെ ഉപയോഗിച്ച് അറ്റ് എ ടൈം അതിനെ പിന്നെ പ്രോസസ്സ് ചെയ്യുന്ന പണികളുണ്ട്. അത് കംപ്ലീറ്റ്ലി പൈത്തൺ ഒന്നും അല്ല എന്ന് മാത്രമല്ല, അത് ചെറിയ നമ്മളെ പോലെയുള്ള ചെറിയ സിസ്റ്റങ്ങളിലും അല്ല, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് പോലെയുള്ള വലിയ വലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ സാധാ സിസ്റ്റത്തിന്റെ എത്രയോ കോടി പവർഫുൾ ആയിട്ടുള്ള സിസ്റ്റങ്ങളിലാണ് ഈ അനാലിസിസ് എല്ലാം നടത്തുന്നത്. പക്ഷെ പൈത്തൺ ചെറിയ രീതിയിലുള്ള അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സ്കെയിലബിൾ ആയിട്ടുള്ള രീതിയിൽ ഈ കമ്പ്യൂട്ടേഷനുകളും ഈ നമ്പറുകൾ എടുക്കലും ട്രെൻഡ് അനാലിസിസും ഒക്കെ. ഇപ്പൊ നമ്മൾ ട്രെൻഡ് അനാലിസിസ് പറയുമ്പോൾ തന്നെ നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള വീഡിയോകളുടെ ബേസിസിലാണ് യൂട്യൂബ് ഇത് സജസ്റ്റ് ചെയ്യുക. അപ്പൊ അതൊക്കെ ഓരോ അൽഗോരിതാണ്. അത് പിന്നെ എന്താ യൂട്യൂബിന്റെ ഉദ്ദേശം എന്താ, കൂടുതൽ കണ്ടന്റ് നമ്മളെ കൊണ്ട് കാണിക്കാം. യൂട്യൂബില് ഒരു കാര്യം കാണാൻ തുടങ്ങിയിട്ട് അവസാനം അതുമായി ഒന്നും ബന്ധമില്ലാത്ത വേറൊരു സാധനത്തിൽ ചെന്ന് അവസാനിച്ച അനുഭവങ്ങൾ ഒരുപാടുണ്ട്, എത്രയോ മണിക്കൂറുകൾക്ക് ശേഷം, അല്ലെ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സാധനം. നമുക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ് യൂട്യൂബ് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവിടെ വെച്ച് നമ്മുടെ കാഴ്ച നിർത്തും. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന പോലെ നമ്മളെ പിന്നെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിയ ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷന്റെ ഒക്കെ ഭാഗമാണ്. ഓക്കെ, അടുത്തതായിട്ട് പിന്നെ പൈത്തൺ നമ്മൾ നേരത്തെ മുമ്പ് നമ്മൾ പിന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ച സമയത്ത് പറഞ്ഞിരുന്നു പൈത്തൺ പല പിന്നെ സാധനങ്ങൾക്കും റീപ്ലേസ്മെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് വെബ് മൊബൈൽ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പൈത്തൺ ഉപയോഗിക്കാം. ഇത് ശ്രദ്ധിക്കുക, ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇത് പൈത്തൺ വെച്ച് ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല. ചിലപ്പോ ഉദാഹരണത്തിന് ഡേറ്റ അനാലിസിസ് കുറച്ച് കൂടുതലുള്ള സിസ്റ്റം ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് പറ്റും, പിന്നെ പൈത്തൺ വേണം. ഇത് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാര് അപ്പൊ എന്ത് ചെയ്യും, കോസ്റ്റിനെ പറ്റി ചിന്തിക്കും. എന്താ പിന്നെ ആൻഡ്രോയിഡ് ഡെവലപ്പറേയും പിന്നെ പൈത്തൺ ഡെവലപ്പറേയും കൂടി എടുക്കണോ, അതോ എല്ലാം പൈത്തൺ ഡെവലപ്പേഴ്സ് ചെയ്താൽ എങ്ങനെ? അങ്ങനെയുള്ള കേസുകളിലാണ് അവസാനം വെബും മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ പൈത്തണിൽ എഴുതപ്പെടുന്നത്. പക്ഷേ ഇത് പറയുമ്പോഴും മൊബൈൽ ആപ്ലിക്കേഷനുകളുടെയും വെബ് ആപ്ലിക്കേഷനുകളുടെയും ഒക്കെ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല സാധനങ്ങളുടെയും ബാക്ക് എൻഡ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന സാധനം ചിലപ്പോ ആൻഡ്രോയിഡിന്റെ ഇതായിരിക്കും, പക്ഷെ ബാക്ക് എൻഡ് എന്ന് പറയുന്നത് പൈത്തൺ ആയിരിക്കാം. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാം ആണ്. ഓക്കെ, അപ്പൊ ഇൻസ്റ്റഗ്രാമിന്റെ നമ്മൾ ഫ്രണ്ട് എൻഡ് നമ്മളിപ്പം നെറ്റിൽ നിന്ന് കയറിയോ പിന്നെ മൊബൈലിൽ നിന്ന് കയറിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ HTML, നെറ്റിലാണെങ്കിൽ HTML-ഉം ഫോണിലാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡോ iOS ഒക്കെ ആയിരിക്കും. പക്ഷെ ഇതിന്റെ ബാക്ക് എൻഡ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇത് നമ്മൾ സെർച്ച് ചെയ്യൂലേ, അല്ലെങ്കിൽ നമുക്ക് ഫീഡ് വരില്ലേ, ഈ കാര്യങ്ങളെല്ലാം പ്രോസസ്സ് ചെയ്യുന്നത് പിന്നെ ജാങ്കോ എന്ന് പറഞ്ഞിട്ട് പൈത്തന്റെ ഒരു ഫ്രെയിംവർക്ക് ആണ്. അപ്പോൾ ഫ്രെയിംവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, പിന്നെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് തന്നെ വേറൊരു രീതിയിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആവുന്ന എന്ന് വെച്ചാൽ സ്വന്തമായ ഒരു ചെറിയൊരു മിനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പോലെ സെറ്റ് ചെയ്യുന്നതിനെയാണ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിന് സ്വന്തമായിട്ട് കുറച്ച് സിന്റാക്സ് ഒക്കെ ഉണ്ടാവും, പക്ഷെ അൾട്ടിമേറ്റ്ലി ലാംഗ്വേജ് പൈത്തൺ തന്നെയാണ്. അപ്പോ പിന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ ബാക്ക് എൻഡും പൈത്തൺ ആണ്. ഓക്കെ, പിന്നെ ഗൂഗിൾ ആണ് പൈത്തന്റെ ഇപ്പോൾ ഉള്ള വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ചേക്കുന്നത്. കാരണം ഗൂഗിളിന്റെ പുതിയ പ്രോജക്റ്റുകൾ മിക്കതും പൈത്തണിലാണ്. ഓക്കെ, പിന്നെ വേറെ ഏതാ പറയാനുള്ളത്? ഇപ്പൊ ആ രീതിയിൽ പറയാന്നുണ്ടെങ്കിൽ ആരെങ്കിലും പിൻട്രസ്റ്റ് ഉപയോഗിക്കുന്നുണ്ടോ? പിൻട്രസ്റ്റിന്റെ ബാക്ക് എൻഡും ഈ പറയുന്ന പോലെ പൈത്തൺ ആണ്. അപ്പൊ മുന്നേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന PHP ആണെന്നുണ്ടെങ്കിൽ ഇന്ന് അത് പല രീതിയിലും അത് പൈത്തണിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ പല വെബ്സൈറ്റുകളും ആസ് സച്ച് പൈത്തണിലേക്കും മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പൈത്തണിന് ഈ പറയുന്ന പോലെ ഞാൻ ഈ പറഞ്ഞ
ചില കാര്യങ്ങൾ ഇപ്പൊ ബാക്ക് എൻഡ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ട് എൻഡും പൈത്തണിലേക്ക് എഴുതപ്പെടാവുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ എല്ലാം ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കിട്ടുന്നത് എപ്പോഴും നേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾക്കായിരിക്കും. അപ്പൊ നേറ്റീവ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അടുത്തതായിട്ട് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസും ഉണ്ടാക്കാം. ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കേസ് തന്നെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് ശരിക്കും പിന്നെ iOS-ലാണെന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റിലാണ്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു വേറൊരു ലാംഗ്വേജ് എനിക്കൊന്ന് C# ഉപയോഗിക്കുന്നുണ്ടോ? എനിക്കൊന്ന് സുനീഷ് ഭായിക്ക് പറയാൻ പറ്റും iOS-ന്റെ കാര്യം. iOS അല്ല ഞാൻ ഉദ്ദേശിച്ച മാക്കില് എന്റെ അറിവില് നേറ്റീവ് ആപ്ലിക്കേഷൻ ഇത് മാത്രമേ ഉള്ളൂ, സ്വിഫ്റ്റ് മാത്രം നേറ്റീവ് ആയിട്ട്. ഓക്കെ മറ്റേ ഹൈബ്രിഡ് ഒരുപാടുണ്ട്. ഓക്കെ, മുമ്പ് ഒബ്ജക്റ്റീവ് സിഒ എന്തോ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അല്ലേ? ഒബ്ജക്റ്റീവ് സി ആണ് ഇതിന്റെ ബേസ്. ഓക്കെ. അപ്പൊ ഇപ്പൊ സ്വിഫ്റ്റിലേക്ക് മാറി. പിന്നെ മാക്OS. അപ്പൊ iOS-ലാണെന്നുണ്ടെങ്കിലും അങ്ങനെയാണ്. പിന്നെ നമ്മുടെ വിൻഡോസിന്റെ കാര്യം എടുക്കാന്നുണ്ടെങ്കിൽ അത് പിന്നെ ഇതിനകത്താണ്, പിന്നെ എന്താ പറയാ, വിഷ്വൽ C++ഉം C# ഒക്കെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനുകളും ആ ലാംഗ്വേജുകളിലൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഈ പറയുന്ന പോലെ പൈത്തന്റെ ഇപ്പോഴുള്ള കേപ്പബിലിറ്റി വെച്ച് പൈത്തൺ നമുക്ക് ഇതുപോലെ തന്നെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാനുള്ള കുറച്ച് ഫ്രെയിം വർക്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരെണ്ണമാണ് Tkinter എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം. ഓക്കെ, ഇനി പൈത്തൺ ശരിക്കും നമ്മൾ ഇതെല്ലാം പറഞ്ഞു, ഇത് ഏകദേശം എല്ലാ ഉപയോഗങ്ങളെയും എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞ ഏകദേശം പ്രോഗ്രാമിംഗ് വെച്ച് ചെയ്യാവുന്ന എല്ലാ ഉപയോഗങ്ങളെയും നമ്മൾ കവർ ചെയ്തു. പക്ഷെ പൈത്തൺ ഉപയോഗിക്കരുതാത്ത അല്ലെങ്കിൽ ഉപയോഗം കുറവുള്ള കുറച്ച് മേഖലകളുണ്ട്. അതിലൊന്നാണ് ലോ ലെവൽ പ്രോഗ്രാമിംഗ്. ലോ ലെവൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ലിസ്പ് അല്ലെങ്കിൽ അസംബ്ലി കോഡ്, ഇതിനെയൊക്കെയാണ് ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ എന്ന് പറയുന്നത്. ലോ ലെവൽ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ മെമ്മറി അലോക്കേഷൻ എന്ന് വെച്ച് ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിന്നെ ഇപ്പൊ ലോ ലെവൽ പ്രോഗ്രാമിംഗുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയാവുന്ന ഒരു കാര്യമാണ് പെർഫോമൻസ് ക്രിറ്റിക്കൽ പ്രോഗ്രാംസ്. പെർഫോമൻസ് ക്രിറ്റിക്കൽ പ്രോഗ്രാംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ, നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അന്നേരം തന്നെ റെസ്പോൺസ് വേണ്ടുന്ന ഒരു കാര്യം. ഉദാഹരണത്തിന് നമ്മൾ ഗെയിം കളിക്കുമ്പോൾ നമുക്കൊരു നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ലാഗ് ഉണ്ടെന്ന് പറയും. ലാഗ് ഉണ്ടാവാൻ കാരണം എന്താ, നമ്മുടെ മെമ്മറി ഓവർ യൂസ് ആവുന്നതോ അല്ലെങ്കിൽ അത്രയും അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിന്നെ മെമ്മറി കിട്ടാത്ത പ്രശ്നം വരും. അപ്പോൾ അത് അങ്ങനെയുള്ള ലോ ലെവൽ പ്രോഗ്രാമിങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മെമ്മറി ആയിട്ട് ബന്ധപ്പെട്ടും രജിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ചെയ്യുന്ന പ്രോഗ്രാമിങ്ങുകളാണ്. അപ്പോൾ അതിന് പെർഫോമൻസ് ഇതായിരിക്കും. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൈത്തൺ എന്ന് പറയുന്ന പൈത്തൺ ബാക്കിയെല്ലാം അടിപൊളിയാണ്, സ്പീഡ് സി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ലെവൽ പ്രോഗ്രാമിംഗ് ആയിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ചങ്ങായിയാണ്. ഓക്കെ, ഏറ്റവും ഫാസ്റ്റ് ഉള്ളത് ശരിക്കും നമ്മൾ ബൈറ്റ് കോഡിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 1010 നമുക്ക് പ്രോഗ്രാം എഴുതാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഓടുന്ന കാര്യം. എന്താ, അതിന് വേറെ സ്റ്റെപ്പുകളൊന്നുമില്ല. പക്ഷേ ഈ സിയിലേക്ക് എത്തുമ്പോൾ, സി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സിമ്പിൾ ആണ് കാര്യം, നമ്മൾ ഒരുപാട് കോഡ് എഴുതുന്നുണ്ട്, ആ കോഡാണ് പിന്നീട് നേരെ ഡയറക്റ്റ് ആവുന്നത്. നമ്മുടേത് പൈത്തൺ എന്ത് ലാംഗ്വേജ് ആണ്, കമ്പൈൽഡ് ആണോ ഇന്റർപ്രറ്റഡ് ആണോ? ഇന്റർപ്രറ്റഡ് ആണ്. സ്വാഭാവികമായിട്ട് അവിടെ ഒരു ഇന്റർപ്രറ്റർ എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്. അപ്പോ ഇത് ഇങ്ങനെ ആലോചിച്ചാൽ മതി, നമ്മള് പിന്നെ എന്താ പറയാ, നമ്മൾ സ്റ്റെപ്പുകൾ കൂടുന്തോറും കുറച്ച് സ്ലോ ആവും. അപ്പൊ ഇപ്പൊ പൈത്തൺ ഓടണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇന്റർപ്രറ്റർ എടുത്തിട്ട് ഇന്റർപ്രറ്റർ നമ്മൾ കൊടുത്തേക്കുന്ന സാധനം ലൈൻ ബൈ ലൈനോ ബ്ലോക്ക് ബൈ ബ്ലോക്കോ ആയിട്ടായിരിക്കും ഓടിക്കുന്നത്. അപ്പൊ നമ്മുടെ ആ ലൈൻ ശരിയാണോ എന്ന് നോക്കും, എന്നിട്ട് ഇതെന്ത് ചെയ്യും, അവസാനം പ്രോസസ്സറിൽ ഓടുമ്പോഴത്തേക്ക് കുറച്ച് സ്റ്റെപ്പുകൾ ഇടയ്ക്ക് വരുന്നുണ്ട്. ഇനി അത് പറയുമ്പോഴും നിങ്ങൾ അന്നേരം ചോദിക്കും, എങ്കിൽ ശരി കമ്പൈൽഡ് പ്രോഗ്രാം എല്ലാം അങ്ങനെയാണോ? അല്ല. ഈ പൈത്തന്റെ കാര്യത്തിൽ പൈത്തൺ ഓടുന്നതും ഒരു പിന്നെ പൈത്തൺ തന്നെ ഒരു വെർച്വൽ എൻവയൺമെന്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈത്തൺ ശരിക്കും നമ്മുടെ CPU-വിന്റെ മുകളിൽ ഒരു ചെറിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം കൊണ്ടാണ് ഇത് പൈത്തണൊക്കെ എല്ലാ ഇതിലും ഓടുന്നത്, എല്ലാ OS-ലും ഓടുന്നത്. അപ്പൊ ഒരു വെർച്വൽ ആയിട്ടുള്ള വെർച്വൽ മെഷീൻ എന്നൊക്കെ പറയുന്ന ഒരു സാധനം, അത് സാധാ നമ്മുടെ മറ്റേ
നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സാധനം അല്ല വെർച്വൽ മെഷീൻ. ഇത് പൈത്തന്റെ ഒരു വെർച്വൽ മെഷീൻ ഉണ്ടാവും. അപ്പോൾ പൈത്തന്റെ വെർച്വൽ മെഷീൻ എന്ന് പറയുമ്പോൾ അത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നേരെ ഡയറക്റ്റ് ആയിട്ട് പോയി പിന്നെ പ്രോഗ്രാം പോയി ഹിറ്റ് ചെയ്യാതെ ചില സെക്യൂരിറ്റികളും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യും. ജാവ അങ്ങനെ ഒരു ലാംഗ്വേജ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ലാംഗ്വേജുകൾക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാമിലെ മെമ്മറി അലോക്കേഷനെ പറ്റി കൂടുതൽ ചിന്തിക്കണ്ട. മെമ്മറി അലോക്കേഷനൊക്കെ വെർച്വൽ മെഷീനുകൾ ഹാൻഡിൽ ചെയ്തോളൂ. അപ്പോൾ അത് കുറച്ച് പ്രോഗ്രാമിംഗ് കുറച്ച് ഈസി ആവും. പക്ഷെ ഈ വെർച്വൽ മെഷീൻ എന്ന് പറയുന്ന വേറെ ചങ്ങായിയാണ്. അയാളുടെ പ്രശ്നം എന്താ? അയാളും ഇതുപോലെ പ്രോഗ്രാമിങ്ങിന് ഒരു സ്റ്റെപ്പും കൂടി സ്ലോ ആക്കും. അപ്പൊ ജാവ സ്ലോ ആണ്, പൈത്തൺ സ്ലോ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ലാംഗ്വേജുകൾ എന്താ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസിനെ കുറച്ച് ഹിറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ പെർഫോമൻസ് കുറച്ചൊരു പൊടിക്ക് പുറകിലായിരിക്കും. അപ്പോൾ അതൊന്നും ഗ്രാഫിക്സ് പോലെയുള്ള കാര്യങ്ങൾക്കൊന്നും ഗെയിം ഡെവലപ്മെന്റിനും ഒന്നും കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി വേറൊന്ന് നേറ്റീവ് പ്രോഗ്രാമിങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ നേറ്റീവ് പ്രോഗ്രാമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു മാക് OSൽ സ്വിഫ്റ്റ് ഉണ്ട്. ഓക്കെ, ആൻഡ്രോയിഡ് ഫോണുകളിൽ ആൻഡ്രോയിഡിന്റെ പ്രോഗ്രാമിംഗ് ഉണ്ട് അല്ലെ. ഇനി നമ്മുടെ ഇതിലേക്ക് എത്തുകയാണെന്ന് വെച്ചോ, നമ്മുടെ വെബിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ആണ് അതിലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് എന്നുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്. CSS എന്ന് പറഞ്ഞിട്ട് ഇതിന് കളറും കാര്യങ്ങളും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് ഉണ്ട്. ഇനി അത് കൂടാതെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്ന HTML എന്ന് പറയുന്നത്. ഈ 3 ലാംഗ്വേജുകളാണ് വെബിൻ്റെത്. ഇനി അതിനെയാണ് നേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, നേറ്റീവ് പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ 3 സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് പിന്നെ വെബിലുള്ള സകല സാധനം. ഇതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പൈത്തൺ ഉപയോഗിക്കുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇതിനെയെല്ലാം പൈത്തണിൽ നിങ്ങൾ എഴുതുന്നു എന്ന് വെച്ചോ, എങ്കിൽ പോലും അൾട്ടിമേറ്റ്ലി ഇതിലേക്ക് ഈ 3ലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം പൈത്തൺ വെച്ചിട്ട് ആൻഡ്രോയിഡിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നു എന്ന് വെച്ചോ, പൈത്തണിനെ കവർ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ പൈത്തണിന്റെ പുറത്ത് പിന്നെ വേറൊരു ആൻഡ്രോയിഡിന്റെ ഒരു ലെയർ വന്നാൽ മാത്രം. കാര്യം എന്താ, ആൻഡ്രോയിഡ് പിന്നെ ഇതിൽ മാത്രം ക്രിയേറ്റ് ചെയ്ത ആപ്പുകൾ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പൊ എന്ത് പറ്റും, വീണ്ടും സ്ലോ ആ. അപ്പൊ റീപ്ലേസ്മെന്റ്, നേറ്റീവ് പ്രോഗ്രാമിങ്ങിന് റീപ്ലേസ്മെന്റ് ആയിട്ട് പൈത്തൺ ഉപയോഗിക്കുന്ന അത്രയ്ക്കും അഡ്വൈസബിൾ അല്ല. ഇത് പറയുമ്പോൾ വേറെ പ്രശ്നം കൂടിയുണ്ട്. ഇത് ഒരു പക്ഷെ ഒരു കൈൻഡ് ഓഫ് ഇൻസെക്യൂരിറ്റിയിൽ നിന്നും പലപ്പോഴും പറയപ്പെടുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും പൈത്തൺ അത്രത്തോളം എത്തിയിട്ടില്ല എന്നുള്ളതും കൂടി ഒരു റീസൺ ആണ്. ഓക്കെ, ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ പൈത്തൺ അറിയാവുന്നവർക്ക് ഇത് ചെയ്യാമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ വർക്ക് ചെയ്യുന്ന പൈത്തൺ അറിയാത്ത ആൾക്കാർക്ക് എന്ത് പറ്റും, പണി കിട്ടും, അവരുടെ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് പലപ്പോഴും ആൾക്കാർ ചിലപ്പോൾ യഥാർത്ഥ റീസണുകൾ അല്ലാതെ ചില റീസണുകൾ പറഞ്ഞ് പൈത്തണിനെ ഒഴിവാക്കാൻ നോക്കാറുണ്ട് പല പ്രോജക്റ്റുകളിലും. പക്ഷെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ഒരിക്കലും നേറ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജുകളെ റീപ്ലേസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇതുവരെ പൈത്തണിനോ അല്ലെങ്കിൽ മറ്റു പല സാധനങ്ങൾക്കോ വന്നിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ഓക്കെ, ഒറ്റ സെക്കൻഡ്, എന്റെ പ്രസന്റേഷൻ ഒന്ന് ചെറുതായിട്ട് സ്റ്റക്ക് ആയിട്ടുണ്ട്. ഓക്കെ, ശരി. നിങ്ങൾക്ക് സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, ഇനി അടുത്തതായിട്ട് ജോയിൻ ചെയ്യാൻ നോക്കിയാണ്. അടുത്തതായിട്ട് പൈത്തണിന്റെ പോപ്പുലാരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ പൈത്തൺ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. പൈത്തൺ പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ പൈത്തണിന്റെ പോപ്പുലാരിറ്റിക്ക് പിന്നിൽ വലിയൊരു ഘടകമാണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും പൈത്തൺ എത്രത്തോളം പോപ്പുലർ ആണ് എന്നുള്ളത്
കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ജൂൺ 2021 ഇപ്പൊ നമ്മളെ മാസം ഏതാ? ജൂൺ അല്ലേ? ജൂൺ 2021 പോപ്പുലാരിറ്റി ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് ബേസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ആൾക്കാര് ഇതിന്റെ ട്യൂട്ടോറിയലുകൾ, ഏതൊക്കെ ലാംഗ്വേജുകളുടെ ട്യൂട്ടോറിയലുകൾ സെർച്ച് ചെയ്യുന്നു എന്നൊക്കെ ബേസ് ചെയ്തിട്ടും കൂടിയൊക്കെയാണ് എത്രത്തോളം ഉപയോഗിക്കപ്പെടുന്നു, പിന്നെ എത്രത്തോളം എന്താ പറയാ ഇതിനെ പറ്റിയുള്ള ഗൂഗിൾ സെർച്ചുകൾ നടക്കുന്നു എന്നുള്ളതിന്റെ ബേസിസിലൊക്കെയാണ് ഇതിന്റെ പോപ്പുലാരിറ്റി തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ പോപ്പുലാരിറ്റി യുടെ ബേസിസിൽ ഉള്ള PYPL എന്ന് പറയുന്ന ഇൻഡെക്സ് ജൂൺ 2021 അനുസരിച്ച് ഫസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ ലോകത്ത് ആൾക്കാർ കൂടുതൽ അന്വേഷിക്കുന്ന, കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ലാംഗ്വേജ് പൈത്തൺ ആയി മാറിയിട്ടുണ്ട്. പൈത്തണിന് ശേഷം അടുത്ത ഇത് ജാവയാണ്. നിങ്ങൾ നോക്കുക എത്രത്തോളം ഗ്യാപ്പ് ഉണ്ടെന്നുള്ളത്. ഞാൻ ഈ താഴെ കാണിച്ചേക്കുന്ന PYPL ഇൻഡെക്സ് ആണ്. പൈത്തണിന്റെ ഷെയർ 30%, ജാവയെടുത്ത് 17.17%, ജാവ സ്ക്രിപ്റ്റ് 8.3 ഓക്കെ, അപ്പോ ഈ ഓരോ ഇൻഡെക്സുകളും റാങ്കിങ്ങുകളും ഒക്കെ ഓരോ പല പല പാരാമീറ്ററുകളാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഏറ്റവും പഴക്കമുള്ള ഒരു റാങ്കിങ് എന്ന് പറയുന്നത് TOB എന്ന് പറയും ഇൻഡെക്സ്. ഓക്കെ, ഇതില് പൈത്തൺ സെക്കൻഡ് ആണ്. ഈ TOB ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ എത്രത്തോളം ഹെൽപ്പ് ആൾക്കാർ തെരഞ്ഞു എന്നുള്ളതിന്റെ ഒരു ബേസിസിലാണ്. ഓക്കെ, അപ്പൊ അതില് C പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് പൈത്തൺ ആണ്. ഓക്കെ, പിന്നെ റെഡ്മോങ്ക് എന്ന് പറഞ്ഞിട്ട് വേറൊരു റാങ്കിങ് ഉണ്ട്. അതില് പിന്നെ അത് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഡ് റെപ്പോസിറ്ററികളുണ്ട്, ഗിറ്റ് എന്ന് പറയുന്നത്. ഗിറ്റിൽ നിന്നും എത്രത്തോളം കോഡുകൾ എന്ന് വെച്ചാൽ ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കോഡ് നമ്മൾ ഓൾറെഡി ആരെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി ഒരു കോഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മളത് റീയൂസ് ചെയ്യും. അങ്ങനെ റീയൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ റിപ്പോസിറ്ററികളിൽ നിന്ന് പുൾ ചെയ്യാന്ന് പറയും. അങ്ങനെയുള്ള പുൾ റിക്വസ്റ്റ് എന്ന് പറയുന്ന കാര്യങ്ങളുടെ ബേസിസിലാണ്. അങ്ങനെയുള്ള കേസുകളിൽ ജാവാസ്ക്രിപ്റ്റിന് ശേഷം സെക്കൻഡ് ആണ്. അപ്പൊ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എല്ലാ പാരാമീറ്ററുകളിലും ഇപ്പോ ലോകത്ത് ഏറ്റവും പോപ്പുലർ ആയ അല്ലെങ്കിൽ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് എന്ത്? പൈത്തൺ. ഓക്കെ, അപ്പോ ഇതിനകത്ത് തന്നെ ഇപ്പൊ നിങ്ങൾ ഈ സെക്കൻഡ് കാണുന്ന സ്ഥലങ്ങളിലെല്ലാം ഏകദേശം 1 കൊല്ലം 1.5 കൊല്ലം മുമ്പേ വേറൊരാളായിരുന്നു, അതാണ് ജാവ. അപ്പൊ ജാവയെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് 2ാം സ്ഥാനത്തേക്ക് എത്തി. സ്വാഭാവികമായിട്ടും പൈത്തന്റെ ഇപ്പോൾ ഉള്ള പ്രൊജക്ഷൻ വെച്ചിട്ട് വേറെ പൈത്തനെ വെല്ലാൻ ഒരു ലാംഗ്വേജ് വരുന്നത് വരെ പൈത്തൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. കാര്യം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പൈത്തൺ കുറച്ച് സിമ്പിൾ ആണ്, ഇതൊക്കെയാണ്. അപ്പൊ ഇതിന്റെ ശരിക്കുള്ള റീസൺ എന്തൊക്കെയാണെന്ന്. ഓക്കെ, അപ്പൊ എന്താണ് പൈത്തൺ ഇത്രയും പോപ്പുലർ ആവാൻ കാരണം? അതിന്റെ ആദ്യത്തെ കാരണം എന്ന് വെച്ചാൽ കൂടുതൽ പ്രൊഡക്റ്റീവ് ആണ്. പ്രൊഡക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇത് പഠിക്കാനും ഇത് സ്റ്റാർട്ട് ചെയ്യാനും എളുപ്പമാണ്. അപ്പൊ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഫീസിൽ ഒരു ഓട്ടോമേഷൻ വരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ കൂടുതൽ വർക്ക് വരുന്നു എന്നുണ്ടെങ്കിൽ ഓക്കെ, എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പിന്നെ വർക്ക് ചെയ്യേണ്ട. അപ്പൊ ഇതിനകത്ത് ഒരു കാര്യമുണ്ട്, ഞങ്ങൾ IT-യിലൊക്കെ പറയുന്ന ഡൊമൈൻ സ്പെഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ നിലവിൽ വർക്ക് ചെയ്യുന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു ടെലികോം പ്രോജക്റ്റ്. ഓക്കെ, ഞാൻ വർക്ക് ചെയ്യുന്ന ക്ലയന്റ് യൂറോപ്പിലുള്ള ഒരു ടെലികോം പ്രൊവൈഡറാണ്. നമ്മുടെ നാട്ടില് എയർടെല്ലും ജിയോയും ഒക്കെ പോലെ ഒരു ടെലികോം പ്രൊവൈഡറാണ്. അപ്പോ ഈ ടെലികോം പ്രൊവൈഡറിന്റെ ബിസിനസിന്റെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ പണി. ഈ ബിസിനസ്സിലെ കാര്യങ്ങൾ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അതിന് എന്ത് വേണം? ടെലികോം എന്താണെന്ന് അറിയണം, അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയണം. ഒരു ടെക്നിക്കൽ പ്രോഗ്രാം എഴുതുന്ന എന്നെ പോലെയുള്ള ആൾക്കാർക്ക് എന്താ പറ്റുക? നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ ആയിരിക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. റിക്വയർമെന്റ് തരികയും ഈ നമ്മൾ ഉണ്ടാക്കുന്ന ടൂളുകളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണ് നമ്മളെക്കാളും കൂടുതൽ ആ ഡൊമൈനെ പറ്റി അറിയാം. ടെലികോമിന്റെ ഏകദേശം അവർ വർക്ക് ചെയ്യുന്ന ഫീൽഡെങ്കിലും അറിയാം. അങ്ങനെയുള്ള ആൾക്കാർക്ക് കോഡ് എഴുതാൻ പറ്റിയ ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ എന്ത് പറ്റും? ആ ആൾക്കാർക്ക് തന്നെ കോഡ് എഴുതാം. ഞങ്ങളെ പോലുള്ള ഡെവലപ്പറുകളെ കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് സ്വന്തം കാര്യങ്ങൾ കുറച്ചെങ്കിലും അവർക്ക് ചെയ്യാം. അപ്പൊ ഞങ്ങൾക്ക് എന്താ പണി?
ഞങ്ങളുടെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ഇവർക്ക് ഹെൽപ്പ് ചെയ്യുക. അപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഡേറ്റാബേസ് സൈഡാണ്. അപ്പൊ ഡേറ്റാബേസ് കുറച്ചും കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടിയിട്ട് ഡേറ്റാബേസ് റെഡിയാക്കി കൊടുക്കൽ പോലുള്ള പണികളാണ് എനിക്ക്. അടുത്തത് വേറൊരു റീസൺ എന്ന് വെച്ചാൽ ഫ്രീ ടു യൂസ് ആണ്. അപ്പൊ ഫ്രീ ടു യൂസ് എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൈത്തൺ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ ആർക്കും പൈസ കൊടുക്കാതെ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ പൈത്തൺ ഓപ്പൺലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇപ്പോ നിങ്ങളൊരു പിന്നെ സിസ്റ്റം വാങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് മൈക്രോസോഫ്റ്റിന്റെ ഓഫീസ് ഓടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈക്രോസോഫ്റ്റിന്റെ ഓഫീസ് ഒന്നെന്നുണ്ടെങ്കിൽ ഓൾറെഡി ആ ഓഫീസ് ഇൻസ്റ്റാൾ ചെയ്ത് ജെനുവിൻ ആയിട്ടുള്ള ഓഫീസൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഓൾറെഡി വരണം. അതിനുള്ള പൈസ നിങ്ങൾ ഓൾറെഡി ലാപ്പ് വാങ്ങുമ്പോൾ കൊടുക്കുന്നുണ്ട് അല്ലെ? ഒരു സിസ്റ്റം വാങ്ങുമ്പോൾ കൊടുക്കുന്നുണ്ട്. ഇനി അങ്ങനെ അല്ലാതെ സിസ്റ്റങ്ങൾ വാങ്ങുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അബദ്ധം പറ്റുന്നതാണെങ്കിലും എന്നെ പോലുള്ളവർ എന്റേത് എന്താ ജെനുവിൻ വിൻഡോസ് ഒക്കെ വന്നു, പക്ഷെ മൈക്രോസോഫ്റ്റ് ഓഫീസ് ഇല്ല. ചെറിയ ഒരു എന്താ പറയാ ഒരു 5000 രൂപയുടെ ഒരു വ്യത്യാസം ഉണ്ടായി. അപ്പോൾ അങ്ങനെ വാങ്ങി, പക്ഷെ വന്നപ്പോൾ ഓഫീസ് ഇല്ലായിരുന്നു. അത് ശ്രദ്ധിച്ചില്ല. അപ്പൊ എന്ത് പറ്റി? ഓഫീസ് എന്ന് പറയുന്നത് ഓപ്പൺലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല, ലൈസൻസ്ഡ് ആണ്, പെയ്ഡ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ പറ്റും. റിച്ച് ലൈബ്രറീസ് എന്നുള്ളതും നല്ല കമ്മ്യൂണിറ്റി സപ്പോർട്ട്. ഇപ്പൊ നിങ്ങൾ റിച്ച് ലൈബ്രറീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നംപൈയെ പറ്റി കേട്ടു. നംപൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പറുകൾ വെച്ചിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കിയ ലൈബ്രറിയാണ്. ലൈബ്രറീസ് ഫ്രെയിംവർക്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പഠിക്കും. ഓക്കെ, ഗുഡ് കമ്മ്യൂണിറ്റി സപ്പോർട്ട്. ഇപ്പൊ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇത് ഓപ്പൺലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയതുകൊണ്ട് ആൾക്കാർ എന്ത് ചെയ്തു? ഇത് അഡോപ്റ്റ് ചെയ്യാം. അവരുടെ ആവശ്യം ഓരോ ഡൊമൈൻ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു? ഇതിനെ കൺവേർട്ട് ചെയ്തു. ഇപ്പൊ ഉദാഹരണത്തിന് സ്റ്റാറ്റിസ്റ്റിക്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, സ്റ്റാറ്റിസ്റ്റിക്സ് നന്നായി അറിയാവുന്ന ആൾക്കാരാണ് എന്ത് ചെയ്തത്? നംപൈ എഴുതിയത്. അപ്പൊ അവരെന്താ ചെയ്ത? പൈത്തന്നെ എടുത്തിട്ട് അവര് വർക്ക് ചെയ്യുന്ന ഒരു പരിസരത്തേക്ക് അതിനെ മാറ്റി, എന്നിട്ട് അതിനെ നേരെ എടുത്തിട്ട് ഓപ്പൺ ആക്കി മറ്റുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ ചുറ്റിപ്പറ്റി നല്ലൊരു കമ്മ്യൂണിറ്റി എപ്പോഴും ഉണ്ടാവും. ആ കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ അത് ഉപയോഗിക്കുന്ന ഡെവലപ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, അവര് അതുപോലെ തന്നെ ഈ സാധനം ഇപ്പൊ പൈത്തൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പൈത്തൺ ഫൗണ്ടേഷൻ ആണ്. അപ്പൊ പൈത്തൺ ഫൗണ്ടേഷൻ എന്ത് ചെയ്യും? ചിലപ്പോൾ ആൾക്കാർ ഇതിനകത്ത് നമ്മുടെ എല്ലാം പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല, ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. ഈ മിസ്റ്റേക്കുകൾ എന്ത് ചെയ്യും? ആ കാലാകാലങ്ങളിൽ അതിനെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയൊരു ചെറിയ മൈനർ വെർഷൻ ആയിട്ട് ഇറക്കും. ഓക്കെ, ചിലപ്പോഴൊക്കെ മേജർ വെർഷനുകൾ ഇറക്കാറുണ്ട്. പൈത്തണും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇറങ്ങിയ ഒരു വെർഷനും പിന്നീട് ഇറങ്ങിയ വെർഷനും തമ്മിൽ നല്ല കാര്യമായ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും എന്താ പറയാ കമ്മ്യൂണിറ്റിയുടെ ഹെൽപ്പോട് കൂടിയാണ്. അപ്പോൾ എന്താ പറ്റുക? ചിലർ ഈ പറയുന്ന പോലെ നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു കാര്യം ചെയ്യുന്നതിൽ എളുപ്പ വഴികൾ എന്തെങ്കിലും ഉണ്ടോ? ഇനി നമ്മുടെ മുമ്പിൽ വരുന്ന പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ ഇതുവരെ സോൾവ് ചെയ്തിട്ടില്ല, അത് മുമ്പേ ആരെങ്കിലും സോൾവ് ചെയ്തിട്ടുണ്ടോ? ഇത് സോൾവ് ചെയ്യാനുള്ള എളുപ്പ വഴികളുണ്ടോ? ഇതൊക്കെ നമുക്ക് അന്വേഷിക്കാം. അപ്പോൾ എന്താ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ പൈത്തൺ അത്യാവശ്യം നന്നായി ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായിട്ട് ആൾക്കാർ നെറ്റിൽ ഇതിനെ കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ ഇങ്ങനെ അത് പരിഹരിക്കാം എന്നുള്ള രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഡോക്യുമെന്റഡ് എന്ന് പറയും. നമ്മൾ നല്ല രീതിയിൽ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എല്ലാ 90% പ്രശ്നങ്ങളും കിട്ടും എന്നുള്ളത് കൊണ്ടും പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടും എന്നുള്ളത് കൊണ്ടും പൈത്തൺ ഫേമസ് ആയി. അങ്ങനെ ഈ 4 റീസണുകളാണ് ശരിക്കും പൈത്തൺ ഫേമസ് ആവാൻ പ്രധാനമായി ഉള്ളത്. ഇനി നമുക്ക് പൈത്തണിന്റെ ആദ്യത്തെ പ്രോഗ്രാം എഴുതാം. അതിനുവേണ്ടി ഞാൻ നേരത്തെ അയച്ച ലിങ്ക് ഇല്ലേ, ഓക്കെ, ആ ലിങ്ക് ഓപ്പൺ ചെയ്യാം. ലിങ്ക് ഒന്നും കൂടി ഞാൻ ചാറ്റിൽ ഇടാം, ഇൻ കേസ് ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, എല്ലാവരും ഇതൊന്ന് ഓപ്പൺ ചെയ്യണേ. ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഫോണിലാണെങ്കിൽ ഇത് വർക്ക് ചെയ്യും. ഫോണിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫോണിൽ ഇത് ഓപ്പൺ ആവുമ്പോൾ ഈ രീതിയിലായിരിക്കില്ല ഓപ്പൺ ആവുന്നത്. കാണിച്ചു തരാം. ഡെസ്ക്ടോപ്പിൽ ഇങ്ങനെ ആയിരിക്കും, ഫോണിൽ വരുമ്പോൾ ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിനകത്ത് ഈ കാണുന്ന പിന്നെ ഇത് കണ്ടോ, ഈ രീതിയിലായിരിക്കും കാണുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഈ രണ്ടാമത് കണ്ടിരുന്ന പോർഷൻ കാണണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് പിന്നെ ഡാർക്ക് ആവണമെന്നില്ല, വൈറ്റ് ആവാനും വഴിയുണ്ട്. ഓക്കെ,
അപ്പോൾ ഇങ്ങനെ ആവാം. അപ്പോൾ ഞാനത് ക്ലോസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഈ റൈറ്റ് സൈഡിലുള്ള പോർഷൻ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ രണ്ടാമത് ഷെൽ എന്ന് എഴുതിയേക്കുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ പിന്നെ ലൈറ്റ് മോഡിലായിരിക്കും, അത് പിന്നെ ഡാർക്ക് മോഡിലേക്ക് വേണമെങ്കിൽ മാറ്റാം. ഡാർക്ക് മോഡിലേക്ക് പൊതുവെ മാറ്റുന്നത് ഞങ്ങൾ ഈ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ദുശീലമാണ്. കാര്യം വേറൊന്നുമല്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ എന്ന് വെച്ചാൽ ലൈറ്റ് മോഡായിരിക്കും നമ്മുടെ കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ ആണ്. ഇതാവുമ്പോൾ കാണാനൊരു സുഖമുണ്ട്. പക്ഷെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീന് പ്രോപ്പറായിട്ട്? ഞാൻ ഷെയർ ചെയ്തേക്കുന്ന ഇതിനകത്ത് പ്രോപ്പറായിട്ട് കാണാൻ പറ്റുമല്ലോ? അതോ ഞാൻ ലൈറ്റ് മോഡിലേക്ക് മാറ്റണോ? ഞാൻ ലൈറ്റ് മോഡിലേക്ക് മാറ്റാം. അപ്പൊ ഇതെന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഫോർ ഷുവർ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ ഒരു വേറെ സാധനങ്ങളിലേക്കൊന്നും ക്ലിക്ക് ചെയ്യരുത്. ഈ മുകളിൽ കാണുന്ന നമ്മുടെ പൈത്തൺ തന്നെ ബൈ ഡിഫോൾട്ട് ആയിട്ട് ഇതിനകത്ത് ഒരു ലാംഗ്വേജ് ഇത് വന്നിട്ടുണ്ട്. എന്താ എഴുതിയേക്കുന്നത്? പ്രിന്റ് ഹലോ വേൾഡ്. അപ്പൊ ഈ ഹലോ വേൾഡ് ആണ് നമ്മൾ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളും നമ്മൾ തുടങ്ങുന്നത് അങ്ങനെയാണ്. റൺ ചെയ്തു, ഔട്ട്പുട്ട് ഹലോ വേൾഡ് എന്ന് വന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ ശരിക്കും പൈത്തന്റെ പരിപാടി. ഒരു ലൈൻ, ആ ലൈൻ ഉള്ള ഒരു സാധനം നമ്മൾ ഇട്ടു. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ പേര് വേണമെങ്കിൽ ഹലോ വേൾഡിന് പകരം സ്വന്തം പേര് ഇത് ചെയ്യാം. ഓക്കെ, ഹലോ വേൾഡ്, ഹലോ നിങ്ങളുടെ പേര്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഓടിക്കുന്നോ ആ രീതിയിൽ വരുന്നു. ഓക്കെ, ഇനി ഡൗട്ട് ഉണ്ട്. പറയൂ. ഈ പൈത്തണില് ഏത് നമ്മളിപ്പോ ഹലോ എന്ന് കൊടുത്തേക്കണതിന്റെ സൈഡില് ബ്രാക്കറ്റ് ഉണ്ടെന്ന് ഉറപ്പാണോ? കർവ് ചെയ്തേക്കണേ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന വെർഷനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോ നിങ്ങൾ ഇത് ഒഴിവാക്കിന്ന് വെച്ചോ, എറർ വന്നുണ്ടോ? ഓക്കെ, ബ്രാക്കറ്റ് കൊടുക്കണം. ഇത് പൈത്തന്റെ ലേറ്റസ്റ്റ് വെർഷനിൽ ഇത് ഭയങ്കര നിർബന്ധമായിട്ടും ഇപ്പൊ ബ്രാക്കറ്റ് കൊടുക്കണം എന്ന് ആക്കിയിട്ടുണ്ട്. മുമ്പ് അത് കൊടുക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു. ഓക്കെ, അപ്പൊ പ്രിന്റ് അതിനുശേഷം ഒരു സ്പേസ് കൊടുത്താൽ പ്രശ്നമില്ല, സ്പേസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ആ രീതിയിൽ. ഓക്കെ, പ്രിന്റ്. ഇനി നമ്മൾ റെം എന്ന് പറയുന്ന ഒരു സാധനം പഠിച്ചായിരുന്നു, കമന്റ് അല്ലേ? ഇതിനകത്ത് പൈത്തണിനകത്ത് കമന്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാഷ്, ആ ലൈനിന്റെ ഏറ്റവും ആദ്യത്തെ ക്യാരക്ടറായിട്ട് ഹാഷ് കൊടുക്കുക. അപ്പോൾ അത് കമന്റ് ഇടാവും. എന്നിട്ട് ഞാനിത് ഓടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? നാലാമത്തെ ലൈൻ മാത്രം പ്രിന്റ് ആവും. അപ്പൊ നിങ്ങൾ ബേസിക്കുമായിട്ടുള്ള ഇതിന്റെ പ്രധാന വ്യത്യാസം ശ്രദ്ധിച്ചോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പേഴ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഈ ഒരു സാധനം കൊടുക്കും. വേറൊന്നുമില്ല, നമുക്ക് സ്വന്തമായിട്ട് നമ്പർ ഇടേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. അപ്പൊ അത് വെച്ചിട്ട് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ ഗോറ്റും ഗോസപ്പും ഒന്നും പൈത്തണിനകത്ത് ഇല്ല, അതിന് പകരം വേറെ ചില സാധനങ്ങളാണ് എന്നുള്ളത് ഇപ്പോഴേ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പ്രിന്റ് ചെയ്തു. ഇനി നമ്മൾ പിന്നെ ഇൻപുട്ട് എടുത്തായിരുന്നു അല്ലെ? ഇൻപുട്ട് എടുത്തിരുന്നു, ശരിയല്ലേ? അപ്പോ നമ്മുടെ ഇത് നമ്മള് എന്താ പറയാ, കഴിഞ്ഞ പ്രോഗ്രാം എന്ന് വെച്ചാൽ ബേസിക്കിനകത്ത് നമ്മൾ ഇൻപുട്ട് എടുക്കുമായിരുന്നു. അപ്പൊ അതിന് പകരം ഇതിനകത്ത് ഇൻപുട്ട് എടുക്കാം. പക്ഷേ ഇതിനകത്ത് ഇൻപുട്ട് എടുക്കുമ്പോൾ ഇൻപുട്ടിന്റെ ഫോർമാറ്റ് ഏകദേശം ഇങ്ങനെയാണ്. ഇപ്പൊ ജസ്റ്റ് ഇതേപോലെ ഇത് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ നെയിം ഈക്വൽ ടു, അപ്പൊ നമ്മൾ പിന്നെ ബേസിക്കിനകത്ത് ലെറ്റ് ഒക്കെ എഴുതുമായിരുന്നു. ലെറ്റിന്റെ ആവശ്യമില്ല, നേരെ വേരിയബിള് ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ നെയിം ഈക്വൽ ടു ഇൻപുട്ട്. ഇൻപുട്ടിൽ ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇവിടെ എഴുതിയാൽ മതി. ഓക്കെ, വാട്ട് ഈസ് യുവർ നെയിം? ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക, ഒരു സ്പേസ് ഇടുക. ഓക്കെ, എന്തിനാ സ്പേസ് ഇടുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബേസിക്കലി പോലെ തന്നെയാണ് ഇതിനകത്തും കൺകാറ്റനേഷൻ വരുന്നത്. കൺകാറ്റനേഷൻ എന്താ? രണ്ട് സ്ട്രിങ്ങുകളെ ഒട്ടിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ എഴുതും. ഇനി ഇവിടെ നോക്കാം, വാട്ട് ഈസ് യുവർ നെയിം?
ശരിയായോ? വേഗം എല്ലാരും ചെയ്ത് നോക്കിയേ. ആരെങ്കിലും സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ പറയണേ. ഓക്കെ, ഇത് ചെയ്തോ? ഇതിലെന്താ പ്രശ്നം? പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ല എന്ന് തോന്നുന്നു. ഇടയ്ക്ക് ഈ ഒരു ഇന്റർപ്രറ്ററിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനൊരു സാധനം കാണിക്കും. പ്രത്യേകിച്ച് ഒന്നുമില്ല, നിങ്ങൾ നിങ്ങളുടെ പേര് കൊടുക്കുക അബിൻ. ഓക്കെ, അടുത്തത് നമ്മൾ നേരത്തെ ഒരു കാര്യം നോക്കിയിരുന്നു. ഓക്കെ, എന്താ നമ്മൾ ഡൈനാമിക് ടൈപ്പിനെ പറ്റി. അപ്പൊ ഇതിനകത്ത് വീണ്ടും എന്താ പറയാ, ഇതിനകത്തും പൈത്തണിൽ നിങ്ങൾ ശ്രദ്ധിച്ചു, നമ്മൾ വെറുതെ വേരിയബിളിന്റെ പേര് മാത്രമേ കൊടുക്കുന്നുള്ളൂ. വേരിയബിളിന്റെ പേര് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ആ വേരിയബിളിന്റെ ടൈപ്പ് എന്താന്നുള്ളത് ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. അതൊക്കെ ഓട്ടോമാറ്റിക്കലി പൈത്തൺ തന്നെ എടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതെങ്ങനെയാ നമ്മൾ ചെക്ക് ചെയ്യുക? പ്രിന്റ് നെയിം, അത് കഴിഞ്ഞിട്ട് നെയിമിന് വേണമെങ്കിൽ നമ്മൾ 1 2 3 4 എഴുതി വീണ്ടും നമ്മൾ നെയിം പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ നെയിം ആദ്യം നമ്മൾ എന്താണ് കൊടുക്കുന്നത്? ആദ്യം ഒരു സ്ട്രിങ് ആയിട്ട് കൊടുക്കുന്നു, അതിനുശേഷം നമ്മളൊരു നമ്പർ ആയിട്ട് കൊടുക്കുന്നു, നമ്മളിത് ഓടിക്കുന്നു. പൈത്തണിന് യാതൊരു പ്രശ്നവുമില്ല. എന്താ, നമ്മൾ സ്ട്രിങ് ആയിട്ട് കൊടുത്തതിൽ നമ്പർ കൊടുത്താലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇനി പോട്ടെ, നമ്മൾ തിരിച്ച് കൊടുത്തു നോക്കാം. പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇനി ഇത് ഓരോ സമയത്തും ഇതിന്റെ ടൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ഒരു വേരിയബിളിന്റെ ടൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ടൈപ്പ് എന്നെഴുതി ബ്രാക്കറ്റില് അകത്ത് ആ വേരിയബിളിന്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ടൈപ്പ് മനസ്സിലാവും. അത് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ അതിന്റെ ടൈപ്പ് എന്താണെന്ന് നോക്കാണ് ഓരോ കേസിലും. മനസ്സിലായോ? 1 2 3 4 അതിന്റെ ടൈപ്പ് ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ട്. ഇതിനകത്ത് ക്ലാസ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം എന്താണെന്നുള്ളത്. ഇത് നോക്കുക. ആദ്യത്തെ ടൈപ്പ് എന്താ? INT. INT എന്താ? ഇന്റിജർ. രണ്ടാമത് നമ്മൾ അതേ വേരിയബിളിന് നമ്മൾ വേറൊരു വാല്യൂ കൊടുത്തു. അപ്പോ അത് എന്തായി? സ്ട്രിങ് ആയി. അപ്പോ ഒരു വേരിയബിൾ പറയൂ. ഹലോ 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 ഡൗട്ട് എന്തെങ്കിലും ചോദിച്ചാണോ? അല്ല തോന്നുന്നു. ഓക്കെ, അപ്പൊ ഒരേ വേരിയബിളിൽ തന്നെ നമുക്ക് നമ്പറും കൊടുക്കാം, സ്ട്രിങ്ങും കൊടുക്കാം. അതിന്റെ ടൈപ്പ് ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റും? ഈ പ്രോഗ്രാമിൽ സെറ്റ് ആവും. അപ്പൊ പൈത്തൺ ഇത് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ ടൈപ്പ് ഇന്റിജർ ആയിരുന്നു, പിന്നെ സ്ട്രിങ് ആയി മാറി. ഇനി 1 2 3 4 .56 കൊടുക്കുന്നു. ഇപ്പൊ എന്തായി? ഫ്ലോട്ട് എന്ന് പറഞ്ഞ ഫ്ലോട്ടിംഗ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഫ്ലോട്ടിംഗ് നമ്പേഴ്സ് വേറെ ഒന്നല്ല, ഡെസിമൽ നമ്പേഴ്സിനെ കൊടുക്കുന്ന പേരാണ് ഫ്ലോട്ടിംഗ്. ഓക്കെ, ഇനി പൈത്തണിനകത്ത് വേറെ ചില ടൈപ്പുകൾ ഉണ്ട്. ഓക്കെ, നിങ്ങൾ കോംപ്ലക്സ് നമ്പേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? കോംപ്ലക്സ് നമ്പേഴ്സ് ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട് പ്ലസ് ടു, പക്ഷെ ഓർമ്മയില്ല. ഓക്കെ, ഇതിനകത്ത് കോംപ്ലക്സ് നമ്പേഴ്സും വലിയ കുഴപ്പമില്ലാതെ ഉപയോഗിക്കാം. അപ്പോ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യുന്നു. ഇല്ല, ഇതിന് വേറെന്തോ ഒരു സാധനം വേണം.
അപ്പൊ കോംപ്ലക്സ് നമ്പേഴ്സും ഇങ്ങനെ കുഴപ്പമില്ലാതെ ഉപയോഗിക്കാം. അത് വേറൊരു ടൈപ്പായിട്ട് തന്നെ ഇതിനകത്ത് പൈത്തണിനകത്ത് ഡിഫൈൻ ചെയ്യും. ഓക്കെ, ഇനി വേറെ സാധനം കൂടി നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ടൈപ്പ് എന്താന്ന് ചെക്ക് ചെയ്തു. അടുത്തത് നമ്മൾ അറേ എന്ന് പറയുന്ന ടൈപ്പ് നമ്മൾ പരിചയപ്പെട്ടു. പൈത്തണിനകത്തും അറേസ് ഉണ്ട്. ഓക്കെ, അപ്പൊ പൈത്തണിനകത്ത് അറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറേക്ക് വിളിക്കുന്ന പേര് ശരിക്കും പിന്നെ ശരിക്കും പൈത്തണിനകത്ത് 4 ടൈപ്പ് അറേകളുണ്ട്. ഓക്കെ, അത് ഓരോന്നിനും ഓരോ പർപ്പസ് ആണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സാധനം നമ്മൾ പിന്നെ അറേ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോ നമ്മൾ ബേസിക്കലി പ്രിന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ലേ ഒരു അറേ വരുന്നത്, ഒന്ന് കോമയിട്ട് കോമയിട്ട് കോമയിട്ട്, അതിന് ചുറ്റും ഒരു സ്ക്വയർ ബ്രാക്കറ്റും കൂടി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പോലെ പ്രിന്റ് ടൈപ്പ് ഓഫ് a_list എന്ന് കൊടുത്താൽ എന്താ വരുന്നത് നോക്കാം. ഇത് ടൈപ്പ് ലിസ്റ്റ് ആണ്. ഓക്കെ, ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു അറേയുടെ ടൈപ്പ് ആണ്. ഇനി അറേ ആണോ എന്നുള്ളത് അറിയണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രിന്റ് ഏതാ ഒരു ഇൻഡെക്സ് ഇട്ട് കൊടുക്കാം. സ്ക്വയർ ബ്രാക്കറ്റിൽ ഒരു ഇൻഡെക്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആദ്യത്തെ സാധനം എന്താന്ന് നോക്കുന്നു. 1 വന്നോ, ഇനി രണ്ടാമത്തെ ഇൻഡെക്സിൽ വരുന്നത് 2 ആണ്. ഓക്കെ, ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ എന്താണ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് എന്നാണ് ഇതിനകത്ത് അറേക്ക് വിളിക്കുന്ന പേര്. ലിസ്റ്റ് കൂടാതെ അറേ പോലെ തന്നെ 4 സാധനങ്ങൾ കൂടി ഉണ്ട്. ഓക്കെ, പൈത്തണിനകത്ത്. അപ്പോ അതും കൂടി കാണിച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാം. ഇനി ഇതിനകത്ത് നമ്മൾ ബേസിക്കിനകത്ത് കാര്യം നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു. എന്താ, ഒരു അറേക്കകത്ത് പല ടൈപ്പിലുള്ള വാല്യൂസിനെ ഒരേ സമയത്ത് ഹോൾഡ് ചെയ്യും. എന്ന് വെച്ചാൽ പല വാല്യൂസിനെ ഹോൾഡ് ചെയ്യുന്നതാണ് ഒരു അറേ. ഇനി അറേക്കകത്ത് തന്നെ ഇന്റിജറും സ്ട്രിങ്ങും ഒക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് പൈത്തണിനകത്തും പ്രത്യേകിച്ച് യാതൊരു പ്രശ്നവും ഇല്ലാതെ അങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതും ഇതാണ്. ഇനി പൈത്തണിനകത്ത് നമ്മളെ ഒരു അറേ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ അറേയെ പിന്നെ നമുക്ക് ലൂപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നിങ്ങൾ കാര്യമായിട്ട് ഇതൊന്നും ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് അറേക്കകത്തൂടി ലൂപ്പും ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ സിന്റാക്സ് കുറച്ച് വ്യത്യാസമാണ്. ഇതാ നമ്മുടെ മറ്റേ ഇതിനകത്തൊന്നും കാണാത്ത ചില സാധനങ്ങളൊക്കെ ഉണ്ട്. കോളൻ ഓപ്പറേറ്റർ ഉണ്ട്. അതിനുശേഷം എന്താ ഇങ്ങനെ റേഞ്ച് ഓഫ് ലെങ്ത് എന്നൊക്കെ എഴുതേണ്ടി വരും. അപ്പൊ ഇതിന്റെ ഒരു വ്യത്യാസമാണ്. ഇത് ജസ്റ്റ് നിങ്ങൾ പിന്നെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ഇതേ പ്രോഗ്രാം ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. കോപ്പി പേസ്റ്റ് അതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി നോക്കാം. ഓക്കെ, ഇനി കമ്പാരിസണിന്റെ കാര്യം. കമ്പാരിസന്റെ കാര്യം വേറൊന്നുമല്ല, എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ, വൈ എന്ന് പറയുന്ന ഒരു വേരിയബിൾ. ഓക്കെ, ആയോ? എക്സ് 10 വൈ 15 ഇഫ് എക്സ് ലെസ് ദാൻ വൈ. അപ്പൊ ഇതിന് സിന്റാക്സിൽ ചെറിയ വ്യത്യാസമുണ്ട്. കണ്ടോ, സ്ക്വയർ ബ്രാക്കറ്റ് ഇടണം, കോളൻ ഇടണം, ഇവിടെ കുറച്ച് സ്പേസ് വരുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നതാണ്. ഓക്കെ, നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഇനി എക്സ് ഈക്വൽ ടു വൈ, ഈ ഈക്വൽ ടുല് നമ്മളെ സിന്റാക്സിൽ ചെറിയ വ്യത്യാസമുണ്ട്. 2 ഈക്വൽ ടു ഇടണം. അപ്പൊ ഇത് ഇവിടെ വേറെ പ്രശ്നമുണ്ട്. കണ്ടോ,
ഈക്വൽ ടു y പ്രിന്റ് ചെയ്തില്ല. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ അസൈൻ ചെയ്യുമ്പോൾ മറ്റേതിനകത്ത് എങ്ങനെയായിരുന്നു, ലെറ്റ് മുമ്പിൽ എഴുതിയിട്ട് എക്സ് ഈക്വൽ ടു 10 എന്നായിരുന്നു എഴുതുന്നത്. പൈത്തണിലെത്തുമ്പോൾ എക്സ് ഈക്വൽ ടു 10, വൈ ഈക്വൽ ടു 10. എക്സും വൈയും കമ്പയർ ചെയ്യണമെങ്കിൽ ബേസിക്കിനകത്ത് ഒറ്റ ഈക്വൽ ടു മതിയായിരുന്നു. പക്ഷെ ഇതിനകത്ത് എന്ത് ചെയ്യണം, 2 ഈക്വൽ ടു എഴുതിയാൽ മാത്രമേ കമ്പാരിസൺ നടക്കത്തുള്ളൂ. ഓക്കെ, ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ എന്ന് വെച്ചാൽ നമുക്ക് ഇൻട്രോ ആയിട്ട് ഉള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.